ഹായ് ഹലോ, ഇന്ന് ക്രിസ്മസിന്റെ തലേന്നായിട്ടുണ്ടല്ലോ. നമുക്ക് കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ്സ് ഉണ്ട്. പിന്നെ വൈകുന്നേരം നമുക്ക് കുറച്ച് കലാപരിപാടികളും ഉണ്ട്. അപ്പൊ ഞാൻ ഓർത്തു ഇന്ന് നമുക്കൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗ് എടുക്കാന്ന്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ വിത്ത് ബിബി. അപ്പൊ അതെ, ക്രിസ്മസിന്റെ തലേന്നായിട്ട് നമ്മളിതേ ഡ്രസ്സ് എടുക്കലാണ് ഫസ്റ്റത്തെ പരിപാടി. എനിക്ക് ഡ്രസ്സ് എടുക്കണം. ഇപ്പോൾ ഇത്രയും നാളായിട്ട് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ കെട്ടിയൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴാണ് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോണത്. പിന്നെ കുറച്ച് ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ അതിനുള്ള കുറച്ച് ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ മേടിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയത് സെൻട്രൽ സ്ക്വയറിലോട്ടാണ്. സെൻട്രൽ സ്ക്വയറിൽ ചെന്ന് ഫസ്റ്റ് നമ്മൾ ചെയ്തത് നമ്മുടെ കാറൊന്ന് വാഷിങ്ങിന് കൊടുത്തു വെച്ചാൽ ഇത്രയും നാളില്ലാത്തതുകൊണ്ട് നല്ല രീതിക്ക് പൊടി പിടിച്ചെടുക്കുക. പിന്നെ പോരാത്തിന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എങ്ങനെ പോയാലും ഒരു 1 hour ആവുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് കാർ വാഷിങ്ങിന് കൊടുത്തിട്ടാണ് കയറിയത്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഓരോരോ ഷോപ്പിലായിട്ട് ഇങ്ങനെ കയറി ഓരോരോ ഡ്രസ്സ് നോക്കി. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് റെഡ് വേണം, സൽവാർ വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ റെഡും സൽവാറിൻ്റെ കാര്യമൊക്കെ ഒഴിച്ച് ഞാൻ ബാക്കി കുറേ സാധനങ്ങൾ നോക്കിയിട്ടുണ്ട്. അവിടെ എല്ലാ സാധനങ്ങളും നോക്കിയതേ ഈ കാണുന്ന മഞ്ഞയൊക്കെ എന്തിനാ ഞാൻ നോക്കിയത് പോലും അറിയത്തില്ല. പിന്നെ ഈ കാണുന്ന ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ ഞാനത് എടുത്തില്ല. ഇവിടെ ആണെങ്കിൽ ഒരുപാട് പരിപാടികൾ നടപ്പുണ്ടായിരുന്നു, സർക്കസും അതും ഇതൊക്കെ ആയിട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാൻ വേണ്ടി. അത് കുറച്ചു നേരം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ R&Bയുടെ ഷോപ്പിൽ കയറി ഇത് ഇട്ട് നോക്കി. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ കയറിയത് അലൻസോളിലാണ് കേട്ടോ. അലൻസോളിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഞാൻ എല്ലാ സാധനവും എടുത്തിച്ച് ബില്ലിങ്ങിൽ നിൽക്കുമ്പോഴാണ് ഷൂട്ട് ചെയ്തില്ലെന്ന് ഓർത്തത്. പോരാത്തതിന് ഞാൻ സൽവാർ പറഞ്ഞു വന്നാൽ ഞാനാണെങ്കിൽ എടുത്തതോ ഷർട്ടും ആണ് കേട്ടോ. പിന്നെ നമ്മൾ ബിഗ് ബസാറിൽ കയറിയായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കാറ് ലാസ്റ്റ് പരിപാടിയിലാണ് കേട്ടോ, ക്ലീനിങ്ങും ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാനും ചാനും കൂടെ അവിടെ കുറേ നേരം കുത്തിയിരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കേക്കും സാധനങ്ങളെല്ലാം മേടിച്ചു. അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലോട്ടാണ് വന്നത്. ഹായ്, ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ഗിഫ്റ്റ് പൊതിയാനുണ്ടായിരുന്നു, ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞു. ഇതാണ് എൻ്റെ ഗിഫ്റ്റ്, ഇത് ഇച്ചാൻ്റെ ഗിഫ്റ്റാണ്. ഇത് ആർക്കാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എൻ്റെത് ഡിങ്കനാണ്. ഡിങ്കൻ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ആനന്ദ്. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാവരും എത്തി. നമ്മളിതേ കുറേ നേരം എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മേളിൽ കയറിപ്പോയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു 12 മണിയായപ്പോഴേക്ക് ഇറങ്ങി വന്നിട്ട് എൻ്റെ തട്ടിക്കൂട്ട് പുൽക്കൂട്ടിൽ നമ്മൾ ഉണ്ണീശനെടുത്ത് വെക്കുന്നൊരു ചടങ്ങ് കണ്ടിരുന്നു നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കേക്ക് കട്ട് ചെയ്തു. കേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മേളിൽ പോയി. ഈ പോകുന്ന റോക്കറ്റ് കണ്ടോ, ഇത് നേരെ പോയത് അപ്പുറത്തെ വീട്ടിലെ മുറ്റത്താണ് കേട്ടോ. അവിടെ കുറച്ച് പേര് സംസാരിച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ പള്ളിയിലാണെങ്കിൽ പാതിര കുർബാന നടക്കുന്ന ടൈമാണ്. നമുക്ക് ഈ പള്ളിയൊക്കെ തൊട്ടടുത്താണ്. അതുകൊണ്ട് ഞങ്ങൾ വേറെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ച്. അങ്ങനെ ഞങ്ങൾ നേരെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ തന്നെ തുടങ്ങി. ഡിങ്കനായിരുന്നു എൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഞാൻ ഡിങ്കന് കൊടുത്തു. ഡിങ്കൻ അത് കഴിഞ്ഞ് അഖിലിന് കൊടുത്തു. അഖിൽ ഇച്ചായന് കൊടുത്തു. ഇച്ചായന് ഉണ്ണിക്ക് കൊടുത്തു. ഉണ്ണി നിമലിന് കൊടുത്തു. നിമല് മിച്ചിക്ക് കൊടുത്തു. മിച്ചി എനിക്ക് തന്നു. ലാസ്റ്റ് ഞാൻ തന്നെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ മിച്ചി തന്ന ഗിഫ്റ്റ് ഞാൻ പൊളിച്ചോട്ടോ. പൊളിച്ചത് അപ്പം തന്നെ ഞാൻ കാണിച്ചു തന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ പാവയെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.